ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണിവരെ കണ്ണു ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ്. ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകൾ കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ തരം കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു. ജോൺസൺ കണ്ണട വ്യാപാരം, ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം, വടക്കാഞ്ചേരി. സമൂഹത്തിന് ഗുണമുള്ള പുസ്തകങ്ങൾ എന്നും നിലനിൽക്കുമെന്നും എഴുത്തുകാർ സാമൂഹ്യ പ്രതിബദ്ധതയുള്ളവരാകണമെന്നും സൗഹൃദം സെന്റർ വായന മാസാചരണത്തിന്റെ ഭാഗമായി അമ്പിളി ഭവനിൽ നടത്തിയ പുസ്തക ചർച്ചാ സമ്മേളനം അഭിപ്രായപ്പെട്ടു. സാഹിത്യകാരൻ ഡോക്ടർ ഫാദർ ദേവസി പന്തല്ലൂക്കാരൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ചരിത്രപരമായി പ്രാധാന്യമുള്ള പുസ്തകങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കപ്പെടേണ്ടതാണെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. ചരിത്രത്തെ വളച്ചൊടിക്കാനുള്ള പ്രവണത മുളയിലെ നുള്ളണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ചെയ്തിട്ടുണ്ട്. ഞാൻ 3-4 ബുക്ക് നോക്കിയിട്ടുണ്ട് ട്രാൻസ്ലേഷൻ സൗകര്യത്തിൽ. 2-ാം നൂറ്റാണ്ടിൽ ഒരു റോമൻ ചക്രവർത്തി എഴുതിയ സ്റ്റോയിക് ഫിലോസഫിയാണ് ഇതിന്റെ ഉള്ളത്. സ്റ്റോയിക് ഫിലോസഫി, അതിന്റെ പ്രസക്തി പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ നമ്മളൊക്കെ ചിലപ്പോ വികാര ജീവികളോ, ക്ഷിപ്രകോപികളോ, ആകുലത, ഉത്കണ്ഠ, സംഘർഷ, സങ്കുലിത, ടെൻഷൻ ഉള്ളവർക്കും ടെൻഷൻ, അറ്റൻഷൻ വളരെ കുറവ്. എന്തിനങ്ങനെ കാരണം നമുക്കൊന്ന് ശാന്തമായിട്ട് ജീവിച്ചൂടെ? ഒരു ചക്രവർത്തിയുടെ സാരോപദേശങ്ങളാണിത്. ഇങ്ങനൊരു മാനസിക അവസ്ഥ ഇങ്ങനെ ഉണ്ടായിരുന്നു പറയപ്പോ ഞാനാളില്ല. ഗ്രീക്ക് ഭാഷയിൽ എഴുതപ്പെട്ടു, പിന്നീട് ലാറ്റിൻ ഭാഷയിലേക്ക് പോയി, 16-ാം നൂറ്റാണ്ടായി ഇംഗ്ലീഷിലേക്ക് വന്നു. ഇംഗ്ലീഷിൽ തന്നെ 10 കമ്പനികളുടെ പുസ്തകങ്ങളുണ്ട്. മലയാളത്തിലായതിന്റെ ഉള്ളടക്കത്തിലേക്ക് ഞാൻ കടക്കണില്ല. ചുരുക്കം പറയുന്നത് എങ്ങനെയാണ് മനുഷ്യന് സ്വസ്ഥായിട്ട് ജീവിക്കണ്ടേ. സെന്റർ ഡയറക്ടർ പ്രൊഫസർ പുന്നക്കൽ നാരായണൻ അധ്യക്ഷത വഹിച്ചു. പ്രബോധന രചനകൾക്ക് എന്നും പ്രസക്തിയുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പൊ ഞാനിവിടെ ഇപ്പോ അധ്യക്ഷ പ്രസംഗത്തിലൂടെ വേറെ എന്തെങ്കിലും കാര്യം പറഞ്ഞു പോകുന്നതിനേക്കാൾ നല്ലത് എനിക്ക് തോന്നിയത്, ഞാൻ വായിച്ച പുസ്തകത്തെ കുറിച്ച് 2 വാക്ക് കുറച്ച് ചുരുക്കി പറയുക എന്നുള്ളതാണ് ഒരു പ്രസക്തി എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ കുറേ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. അതിന്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമുക്കറിയാമല്ലോ, പുസ്തക പ്രസിദ്ധീകരണം നടക്കുന്ന ഒരു വലിയ പ്രസ്ഥാനമാണ് സൗഹൃദം സെന്റർ എന്ന് പറയുന്നത്. ഇവിടെ സൗഹൃദം സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിലും സൗഹൃദം സെന്ററിന്റെ ആഭിമുഖ്യത്തിലും സൗഹൃദം ബുക്സ് ആൻഡ് പബ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങളുടെ പ്രകാശനം ചെയ്യുന്നുണ്ട്. പലരുടെയും പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് വേറെ പ്രസാധകരാണെങ്കിലും അവരുടെ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് ഇവിടെയാണ്. അവർ എന്നോട് ചോദിക്കും, ഇവിടെ ഒരു പുസ്തകം ഒന്ന് പ്രകാശനം ചെയ്യാൻ പറ്റുമോ, നമുക്ക് ചെയ്തൂടെ എന്ന് ചോദിച്ചാൽ ഞാൻ ചെയ്യാം, ഒരു കുഴപ്പമില്ല, കാരണം നമുക്ക് വളരെ സന്തോഷമേ ഉള്ളൂ. അത്തരം പുസ്തകങ്ങൾ എല്ലാവർക്കും കാണാനും അത് കയ്യിൽ കിട്ടാനും വായിക്കാനും അവസരം കിട്ടുന്നു എന്നതുകൊണ്ട് അത് ചെയ്യുന്നതിന് വിരോധമില്ല എന്ന് പറയും. അപ്പോൾ ആ പുസ്തകം എനിക്കും കിട്ടും. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ പുസ്തകങ്ങൾ ഒരു വർഷത്തിൽ ചുരുങ്ങിയത് ഒരു 10, 20, 25 പുസ്തകങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് ചെയ്തിട്ടില്ല എന്നുള്ളത് കൊണ്ട് ആ പുസ്തകങ്ങളൊക്കെ വായിക്കാനുള്ള അവസരം എനിക്ക് കിട്ടുന്നു എന്നുള്ളത് കൊണ്ട് പുസ്തകങ്ങൾ വായിച്ച പുസ്തകത്തെ കുറിച്ച് പറയുക എന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ വിഷമമില്ല. അത് മുഴുവൻ പറയാനുള്ള സമയമുണ്ടാവില്ല എന്നുള്ള മാത്രമേ എനിക്ക് കുഴപ്പം. ശരിക്ക് ഞാൻ 2 പുസ്തകങ്ങൾ സെലക്ട് ചെയ്തത് കുറ്റിപ്പുഴ രവി, സ്വാമി വിശ്വഭദ്രാനന്ദ ശക്തിബോധി, ഉണ്ണികൃഷ്ണൻ പുലരി, കെ സേതുമാധവൻ, ബാബുരാജ് ഇരിങ്ങാലക്കുട, ജോൺസൺ കുന്നമ്പിള്ളി, സാലി തോമസ് എന്നിവർ വായനാനുഭവങ്ങൾ പങ്കുവച്ചു. സുരേഷ് കുമാർ പാർലിക്കാട്, നിഖിൽ VM, ഉണ്ണികൃഷ്ണൻ വിരുപ്പാക്ക, ശ്രീലത കാഞ്ഞിരക്കോട്, ജോസ് ഗാന്ധിയൻ കവിതകൾ അവതരിപ്പിച്ചു. സൗഹൃദം സൊസൈറ്റിയുടെ ആജീവനാന്ത അംഗത്വം ശ്രീലത ജനറൽ സെക്രട്ടറിയിൽ നിന്നും സ്വീകരിച്ചു. ദേവകി ചെമ്പുകാട്ടിന്റെ പ്രാർത്ഥനയോടെ ആരംഭിച്ച സമ്മേളനത്തിൽ PV രാമൻ, TN നമ്പീശൻ എന്നിവർ സംസാരിച്ചു. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ Anytime News.